നാലിനുണ്ട്, ഒന്നത് അപ്പുറത്ത് കണ്ടാ മരത്തിന്റെ അങ്ങോട്ട് വരുന്നുണ്ടാ. റാശി നമ്മളെ ചാമ്പി. റാശി ഇല്ലെന്ന് പറഞ്ഞു ലാസ്റ്റിക്ക്. നേരെ നമ്മൾ കേരള ബോർഡറിലോട്ട് നമ്മളെ കൈ കാണിച്ച് നിർത്തി. രമ്മേ ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മളിതേ നമ്മുടെ വണ്ടി കിടക്കുന്നു, അതുപോലെ നമ്മുടെ ടെൻറ്റ് ഇതേ ഇവിടെയും കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ അജ്മൽ 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു ഒമാനി പോവാണ്. അവൻ പോണതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് വയനാട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ ഇറങ്ങിയാണ്. അപ്പോൾ ആ ഒരു ചെറിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതേ വന്ന് അടിവാരത്താണ്. ഇന്നലെ നൈറ്റ് ഏകദേശം 1 മണി 2 മണി സമയത്ത് രണ്ടടിച്ചു കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ 6 മണിക്ക് എണീറ്റു. ഇനി അതിരാവിലെ തന്നെ ചുരം കയറി മുത്തങ്ങ പോകണം, അതുപോലെ എന്താ പറയുക എടക്കൽ കേസ് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയ വ്ളോഗായിരിക്കും. അപ്പോൾ നമുക്ക് പോയേക്കാം. അതെ, ചുരത്തിൻ്റെ എന്താ പറയുക ഈ ഒരു വ്യൂ പോയിന്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഈ ഒരു സൺറൈസ് പോയിന്റ്. ഇനി നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള മുത്തങ്ങയിലോട്ടുള്ള പോക്കാണ്. അതിരാവിലെ മുത്തങ്ങ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്നലെ ഈവനിങ് ഒക്കെ ഇറങ്ങണം അങ്ങനെയുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റാശി എന്താ പറയുക ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ റാശിനെ കാത്തുനിന്ന് ഫൈനലി റാശി നമ്മളെ ചാമ്പി. റാശി ഇല്ലെന്ന് പറഞ്ഞു ലാസ്റ്റിക്ക്. അങ്ങനെ ആകെ സീനായി, പരിപാടി സീനായി, കൊളായി. ഇപ്പം നമ്മൾ നട്ടപ്പാതിരക്ക് ഇറങ്ങി എന്താ പറയുക ഇതുപോലെ കർണാടക വണ്ടി ഇതുപോലെ അതിരാവിലെയാണ് നമ്മൾ ചുരം കയറുന്നത്. സോ ഭയങ്കര തണുപ്പായിട്ടുള്ള എന്താ പറയുക ഒരു വെതറാണ്. ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയ സമയത്തും നല്ല നൈസായിട്ടുള്ള ഒരു എന്താ പറയുക ക്ലൈമറ്റാണ്. നല്ല കാറ്റും തണുപ്പൊക്കെ ആയിട്ടുള്ളൊരു എന്താ പറയുക അന്തരീക്ഷം. കിടന്നുറങ്ങിയിട്ട് എണീക്കാൻ തോന്നാത്ത രീതിക്കുള്ള എന്താ പറയുക ക്ലൈമറ്റാണ്, അടിപൊളി ക്ലൈമറ്റാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഉറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഏർലി മോർണിംഗ് ഇതേ ഇതുപോലെയുള്ള സൺറൈസ് വ്യൂ, ആ ഒരു എന്താ പറയുക കളർഫുള്ളായിട്ടുള്ള മേഘങ്ങളും ആകാശമൊക്കെ കണ്ട് ഇങ്ങനെ ചുരം കയറുവാണ്. ഏത് സമയത്താണോ ഇനി മുത്തങ്ങ എത്തുക എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും റോഡ് കണ്ടീഷനും ഈ കയറ്റൊക്കെ ആകുമ്പോൾ നമ്മളെ വണ്ടി പതുക്കിയേ പോവുള്ളൂ. വലിയ വണ്ടി പതുക്കെ ഇങ്ങനെ സ്പ്ലെൻഡർ അല്ലേ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ അത് എത്രത്തോളം പായും എന്നുള്ള കാര്യം. സോളോ ആണെങ്കിൽ അടിച്ച് പിന്നെ പോവാം. പില്ലുണ്ടാവുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക ലിമിറ്റേഷൻസ് ഉണ്ട്. സോ നമ്മളെന്തായാലും നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ മുത്തങ്ങ ഫോറസ്റ്റ് തന്നെയാണ്. അങ്ങനെ നമ്മൾ ലക്കിടി വ്യൂ പോയിന്റിലോട്ട് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ദിസ് ഈസ് ലക്കിടി വ്യൂ പോയിന്റ് ഗൈസ്. എങ്ങനെയുണ്ട് ആ ഒരു സൺറൈസ് വ്യൂ? ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അല്ലടാ ഇതാണ് ലക്കിടി വ്യൂ പോയിന്റ്. ആടാ അല്ലടാ ഇതാണ് ലക്കിടി സൺറൈസ് വ്യൂ. നോക്കിക്കേ എങ്ങനെയുണ്ട്. നല്ല തണുപ്പ് കൂടിയില്ല എവിടത്തെപ്പോ. ഈ ഒരു കവാടൊക്കെ എൻ്ററായി ആ ഒരു ലക്കിടി വ്യൂ പോയിന്റ് എത്തിയപ്പോഴേ നമ്മുടെ എന്താണ് പറയാ ക്ലൈമറ്റ് ആകെ മാറിയിരിക്കുന്നു. ഭയങ്കര രസം. തണുപ്പ് കൂടി ഗൈസ്, തണുത്ത് വിറക്കുന്നു. അങ്ങനെ നമ്മളിതേ മുത്തങ്ങ ഫോറസ്റ്റിലോട്ട് ജസ്റ്റ് എൻ്റർ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ ഒരു കോളിഫ്ലവർ ആണെന്നും പറഞ്ഞ് നിർത്തിയാണ്. പക്ഷേ ഇത് കാബേജ്, അതുപോലെ സൂര്യകാന്തിയൊക്കെ ഉണങ്ങി കരിവാളിച്ച് അതിൻ്റെയൊക്കെ സിറ്റുവേഷൻ ബാഡായി. എനിക്ക് ഇതാണ് കാബേജ് കൃഷി. കാബേജ് കാണിച്ചു തരണോ? കണ്ടോ ഇതിനകത്ത് കാബേജ്, ചെറിയ കാബേജാണിത്. കുറേ എണ്ണം പറിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ ചില സ്ഥലത്തെല്ലാം സാധനങ്ങളുണ്ട്. കുറേ മിക്കതും പറിച്ചിട്ടുണ്ട്. അത് അതിനൊരു സമയമാകുമ്പോൾ പറിക്കും തോന്നുന്നുണ്ട്. ഇവിടെ അതേ പറിച്ച് വെച്ചത് കംപ്ലൈൻ്റ് ആയിട്ടോ മറ്റോ എടുത്തോണ്ട് പോകാത്തായിരിക്കും. ഇവിടെ ഇതേ സൂര്യകാന്തി, നമ്മളെ വണ്ടി ഇതേ ഇവിടെ. ഇതേ സൂര്യകാന്തി വാടി തല താഴ്ത്തി നിൽക്കുന്ന നോക്കിക്ക്. ഇതിൻ്റെത് പൊടിയുന്നില്ല കേട്ടോ.
ഇതിന്റെ പൊടിയുന്നില്ല, മറ്റേത് പൊടിഞ്ഞിണ്ടായിരുന്നു അവിടെ തൊട്ടപ്പോ. ഇതെന്ത് കൃഷിയാണല്ലോ ഇപ്പൊ ഉണ്ടാക്കണേ? ഇത് റെഡ് കാബേജ്. റെഡ് കാബേജ് ഈ സാധനമല്ലേ? ഇതാണല്ലോ അതിന് തൈ. അപ്പൊ ഇവിടെ റെഡ് കാബേജിന്റെ പ്ലാന്റേഷന് സെറ്റ് ആക്കുവാണ്. അപ്പൊ അതിന്റെ തൈകളാണിത്. വരാട്ടെ ഇതിന്റെ ഓണേഴ്സ്. അപ്പൊ ഇതുപോലുള്ള ഈ ഒരു വെള്ളത്തിന്റെ മെഷീൻസ് അവിടെ എല്ലാം ഉണ്ട്. അതുപോലെയുള്ള പൈപ്പ് സംഭവം. ഇതൊക്കെ കംപ്ലൈന്റ് ആയതാ, കഴിഞ്ഞതാണ് കാലാവധി. ആ സൂര്യകാന്തിന്റെ ഇതിപ്പോ വാടി മാറി നിക്കണം. ക്യാബേജോ പറിച്ചോ? ഗൈസ്, അപ്പൊ നമ്മളീ വെറുതെ കൃഷിയിടങ്ങളിലേക്ക് ഇങ്ങനെ ഇറങ്ങിയാണ്. റോഡ് സൈഡിൽ തന്നെ തൊട്ടടുത്ത് അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നു. മുത്തങ്ങ തിരിച്ചു കയറുന്നു. നമ്മൾ ഗുണ്ടൽപേട്ട് ആ ഒരു ഏരിയയിൽ പോയി പെട്രോളെല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ച് എന്താ പറയാ, ഗുണ്ടൽപേട്ട് ടു എന്താ പറയാ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് 135 കിലോമീറ്ററാണ് ദൂരം. അപ്പൊ നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകുന്നു. മുത്തങ്ങ ഫോറസ്റ്റ് വഴി തിരിച്ചു പോകുന്നു. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ എടക്കൽ കേവ്സ്. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് എടക്കൽ കേവ്സിലോട്ടാണ്. എടക്കൽ കേവ്സ് പോയിട്ട് നമുക്ക് ഒരു റിലേറ്റീവ്സ് ഉണ്ട് ഇവിടെ, അതറിയില്ല. എടക്കൽ കേവ്സ് പോയിട്ട് നമ്മുടെ ഒരു റിലേറ്റീവ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ വീട്ടിൽ പോവും. അത് കഴിഞ്ഞിട്ട് ഈവനിങ് നേരെ നാട്ടിലോട്ട് തിരിക്കും. ഒരു നൈസ് പ്ലാന്. ചുമ്മാ ഒരു എന്താ പറയുക, മൈൻഡ് ഫ്രീ ആക്കാൻ ഒരു വൈബിൽ ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ നമുക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമോ എന്നുള്ള കാര്യം നോക്കാം. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മാന്, മയില്, ഒരു കാട്ടുപോത്ത് പോലുള്ള സാധനം കണ്ടു. അത് വേറെ എന്തോ ഒരു പേരാന്നാണ് അജ്മൽ പറഞ്ഞത്. അജ്മലേ, ആ മറ്റേ സാധനത്തിന്റെ പേരെന്തേനി? ഏയ് അല്ല, ഈ പറഞ്ഞ് ശരിക്കും അതിന്റെ പേര് അതല്ല. എല്ലാവരും കാട്ടുപോത്ത് എന്ന് പറയുന്നുണ്ട്. കാട്ടി എന്ന് പറഞ്ഞ സാധനല്ലേ? കാട്ടിനെ കണ്ടു, മയിലിനെ കണ്ടു, പിന്നെന്താ കുരങ്ങിനെ കണ്ടു, മാനിനെ കണ്ടു. അത്രയും സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആനയെ കണ്ടില്ല ഗൈസ്. ഈ ഒരു ട്രിപ്പിൽ ആന ഉണ്ടാവുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആനയെയും പ്രതീക്ഷിച്ച്, ആന ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ, എവിടെയെങ്കിലും എപ്പോഴേലും ഒക്കെ കാണുന്നുള്ള പ്രതീക്ഷയോടെ നമ്മളിങ്ങനെ നടന്ന് നീങ്ങുന്നു. നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നു, നടന്ന് നീങ്ങല്ല. ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ, ചെറിയ ഏരിയയിൽ. ഇതൊക്കെ അതിനുള്ള മെറ്റീരിയൽസ് ആണ് ഈ ഒരു വണ്ടിയിലെല്ലാം. അതുകൊണ്ടാണ് ആ വണ്ടി അങ്ങനെ നിൽക്കുന്നത്. കണ്ടില്ലേ, അതിനാവശ്യമായിട്ടുള്ള സാമഗ്രികൾ, മെഷീൻസ്, ഐറ്റംസ് എല്ലാം ഇവിടെയുണ്ട്. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ കണ്ടോ, ഈ ഒരു പോർഷൻ ന്യൂ താറ്, അതായത് പുതുതായി താറ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ പഴയ താറ്. വാവ്, ഒരുപാട് സമയമായിട്ട് ആനനെ തിരഞ്ഞുകൊണ്ടിരിക്കേനി. ഫൈനലി നമ്മൾ ആനനെ കണ്ടിരിക്കുന്നു. അല്ല, കുറച്ചുകൂടി അങ്ങോട്ട് പോവാം, ഇവിടുന്ന് കാണുന്നില്ല. മറ്റുള്ള ഒച്ചപ്പാടുണ്ടാക്കി അരപ്പാക്കുമല്ലോ. അതാണ് മറ്റുള്ള മുന്നേ. നാലിനുണ്ട്, ഒന്നത് അപ്പുറത്ത് കണ്ടാ മരത്തിന്റെ. അങ്ങോട്ട് വരുന്നുണ്ടാ, പേടിച്ചല്ലേ ജി. എത്തു കാട്ടൂലറ്റുകള്, പേടിച്ചാൽ അറ്റുകൾ കേട്ട് വരുമൊന്നുമില്ല. ഗൈസ്, ദേ ആനനെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ കാണിച്ചുതരാം, ഫോണിലെ വിഷ്വൽസിൽ കാണിച്ചുതരാം. ഈ സൈഡിൽ നിന്ന് വല്ലതും വരുന്നോ കേട്ടോ. എത്തു കാട്ടൂലടാ, പേടിക്കാതെടാ. ഒന്നുമേ ചെയ്യക്കൂടാതെ ഇന്തമാതിരി മൃഗങ്ങളെല്ലാം പാവം താടാ.
നമ്മളങ്ങനെ ഇതേ മുത്തങ്ങ ചെക്ക് പോസ്റ്റിൻ്റെ ഔട്ടറിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഇനി നേരെ നമ്മൾ കേരള ബോർഡറിലോട്ട് നമ്മളെ കൈ കാണിച്ച് നിർത്തി. ഡമ്മേ നമ്മള് ഗുണ്ടൽപേട്ടിന്റെ ഒരു 10 കിലോമീറ്റർ ബാക്കർ. ആ ഞങ്ങള് ചളാരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. പഠിക്കാണോ? രാവിലെ പോന്ന് കാട് കയറി ഇറങ്ങി. മറ്റന്നാള് പോകും. അപ്പൊ ലാസ്റ്റ് ആയിട്ടൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. മൃഗങ്ങളൊക്കെ കണ്ടതുണ്ട്. ഇപ്പൊ കുറവല്ലേ ആദ്യത്തിനാട്ടിലും? വൈകുന്നേരല്ലേ? രാത്രി ഇറങ്ങും. 9 മണി വരെ ഉണ്ടാവൂലേ? 9 വരെ ഉണ്ടാവും. റെസ്റ്റ് ആയിരിക്കും. കടക്കാനുള്ള റെസ്റ്റ് ആകുമ്പോൾ ഓല് ചെക്ക് ചെയ്തൊക്കെ കുടിക്കണേ. നൈസായിട്ട് നമ്മളെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ എന്റെ വേസ്റ്റ് പൗച്ചില്ലേ ഇതാണ് ചെക്ക് ചെയ്തേ. എന്തായാലും കുടുങ്ങിയാണ്. നോക്കി ഓണാണ്. ഞാൻ ഒപ്പം ഈ കാട് തീരാൻ പോവാണെന്ന് പറഞ്ഞാണ്ട് വ്ളോഗ് എടുത്താണ് വരികേനി. അപ്പൊ തന്നെ വ്ളോഗ് എടുത്ത് ഇങ്ങനെ വരികേനി. അപ്പളാണ്ട് കയ്യാട്ടി. ഞാൻ കാണിച്ചിട്ടുണ്ട് അവിടെ കൂടി നിർത്തുമ്പോ. ഞാൻ വിചാരിച്ച എന്താ അറിയോ, വണ്ടിന്റെ എന്തെങ്കിലും ചെക്ക് ചെയ്യുന്ന. വണ്ടീന്റെ ചെക്ക് ചെയ്താൽ പൊല്യൂഷൻ തീർന്നു പറഞ്ഞാണ്ട് ഇന്നലെ ഞാൻ എന്നിട്ട് മെസ്സേജ് തന്നിട്ട് എനിക്കതാ പേടി. ഞാൻ അതിനെങ്ങാനും 500 കൊടുക്കേണ്ടി വരുമോ എന്നുള്ള പേടി. പക്ഷെ ഇവിടെ ഇതിന് മുന്നേ എന്നോട് ചോദിച്ചിനി. ഞാൻ എന്നോട് പറഞ്ഞില്ലേ അതിന്റെ മുന്നേ ചെലപ്പോ ഞാൻ എന്നോട് പറഞ്ഞാണ് കുറച്ച് മുന്നേ എത്തിയപ്പോളെ ചെലപ്പോ ചെക്ക് ചെയ്യുമെന്ന്. ഇത് വലിയപ്പോ ഈ സ്ഥലത്താണ്. ഇന്നാള് ഇതിന്റെ ബാക്കിൽ ഞാനൊരു ഓർഡർ ആ ഒരു ചെറിയ റൂം മാറി അവിടുന്ന് ഇനി ഇന്നാളെ ഒക്കെ ഇതിന് അത് ഇവിടുന്ന് പോകുമ്പോ ഉണ്ടാവൂല, ഇവിടേക്ക് റിട്ടേൺ കേറുമ്പോ ഉണ്ടാവും. കേരള പോലീസ് എല്ലാ വണ്ടി വെച്ചാൽ അവർക്ക് ഡൗട്ട് തോന്നിയാല് ഇതേമാതിരി ലഗേജ് കണ്ടാലൊക്കെ ചെക്ക് ചെയ്യും. ക്യാഷ് കടത്തുണ്ടോ, സാധനങ്ങൾ കടത്തുണ്ടോ. എന്റെ ബാഗിന്റെ ഉള്ളിൽ കൈയിട്ട് മാന്തി നമുക്ക് ഔല കിട്ടിയ ലാസ്റ്റ്. കഴിഞ്ഞ ട്രിപ്പിന് വാങ്ങിയാണ് അതേമാതിരി ബാഗിലിട്ട്. ഗൈസ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ബാഗും എല്ലാം അടക്കപ്പറക്കി ചെക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും തന്നെ അവർക്ക് കിട്ടിയില്ല. നമ്മൾ അത്രക്കാരല്ലെന്ന് മനസ്സിലായി അല്ലേ? വി ആർ എ ഡീസന്റ് പീപ്പിൾ ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മള് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അവിടെ എത്തുമ്പോൾ കാണാം, നമുക്ക് എടക്കൽ കേവ്സ് എത്തുമ്പോൾ കാണാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ച് നമ്മൾ ആ ഒരു വൈബിൽ ഇങ്ങനെ പോവാണ്. ഇതാണ് സ്പീഡ്, ഒരു 40-50 സ്പീഡിൽ ഇങ്ങനെ പോവാണ്. ഒറ്റയ്ക്ക് പോകുന്നതും ഇതും ഭയങ്കരമായിട്ടൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. രണ്ട് എക്സ്പീരിയൻസ് ആണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇത് എടക്കൽ കേസ് കയറിക്കൊണ്ടിരിക്കണേ. ഓ സീന് നല്ല അടിപൊളി. എന്താ പറയുക, ട്രക്കിംഗ് ആണ്. അത്യാവശ്യം നടക്കാണ്ട്. എത്ര സ്റ്റെപ്പ് ഉണ്ട് എന്നോട് ചോദിച്ചു നോക്കല്ലേ, എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന്? എത്ര സ്റ്റെപ്പ് ഉണ്ടോ കയറാൻ? കുറെ കയറാണ്ടോ? എത്ര സ്റ്റെപ്പ് ഉണ്ട്? അവന് പാവാണ്, നമുക്ക് മടിയാണ്. എത്തു കാട്ടണ്ടോ? ആ കാണുന്ന മലന്റെ ഏതോ ഒരു സൈഡിലേക്കാണ് പോണേ. ഓ ഗൈസ്, അപ്പം ഇതാണ് ആ പിള്ളേർ പറഞ്ഞ സ്റ്റെപ്പ്. എത്ര 300 സ്റ്റെപ്പോ 200 സംതിങ് അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് അവിടെ നിന്ന് താഴെന്ന് പറഞ്ഞിട്ടിനി. അപ്പം ആ ഒരു സ്റ്റെപ്പ് ഇതാണ്. എത്താണ് ഇജിങ്ങ ചോദിക്കുന്നത്? നമ്മളെന്തായാലും മേലേക്ക് പോകില്ലേ? ഹെൽത്തിയാണ്, ഹെൽത്തി കുട്ടാ.
അകത്ത് നോക്കിക്കേ എൻ്റെ അമ്മോ, മേളിപ്പാറ സൈഡിപ്പാറ മൊത്തം പാറ. പാറകൾക്കിടയിൽ നമ്മൾ കുടുങ്ങിയ പോലെ, ലൈക്ക് ആ ഒരു ഗുണാക്കിയ ലുക്കില്ലേ. കാലി ഈ സ്റ്റിക്കർ ബോട്ടിൽ ചെയ്താൽ നമുക്ക് ഈ ബോട്ടിൽ തിരിച്ചുകൊണ്ട് കൊടുത്താൽ 20 റുപ്പീസ് കിട്ടും. ഒരു ഫോട്ടോ ഗൈസ് ഏരിയ നോക്കിക്കുക. നമ്മൾ അതുവഴിയാട്ട് ഇപ്പോൾ വന്നേ, എന്നിട്ട് ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ കയറി ഇതുവഴി ഇങ്ങനെ പോവാണ്. ഇങ്ങോട്ട് സ്റ്റെപ്പെല്ലാം ഉണ്ട് കേട്ടോ. തലൊക്കെ മേളിലടിക്കുന്നത് നോക്കണം. അങ്ങനെയുള്ള ഒരു എടാക്കൂടം പോലെയുള്ള ഏരിയയാണ്. അയ്യോ, സംഭവം നൈസ്. ഞാൻ കുറേ ആയിട്ട് ഇവിടെ വരണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ സാഹചര്യ സമ്മർദ്ദമൊന്നും ഒത്തു വന്നില്ല. ഞാനും സാപ്പിയും കുറേ മുമ്പ് ഇതിൻ്റെ ഒരു താഴ്ഭാഗം വരെ വന്നിനി. എന്നിട്ട് നമ്മൾ തിരിച്ചു പോയി. നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും എന്താ പറയുക, ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ വന്നിനി, കൽപ്പറ്റ എത്തി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോയി. ഇവിടെ കയറി പോവുകയാണെങ്കിൽ ഒരു പോസ്റ്റ് ആവും വിചാരിച്ച് നമ്മൾ തിരിച്ചു പോയി. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളിത് വൈകാട്ടോ അപ്പോൾ കയറി വന്നേ. ഇവിടുത്തെ ഒരു നേച്ചർ നോക്കിക്ക്. അയ്യോ, അജ്മലിൻ്റെ കയറി മേലെത്തിയിട്ടുണ്ട്. നോക്കിക്കേ സ്ഥലങ്ങൾ. നമ്മൾ വണ്ടി നിർത്തിയ സ്ഥലം നോക്കിക്കേ. അവിടെ ബസ് കാണുന്നില്ലേ? ബസ്സിൻ്റെ ആ ഒരു എൻ പോർഷനിലായിട്ടാണ് ബൈക്ക് ഇറക്കിയിട്ടുള്ളത്. പാവം നമ്മളിത് ഇവിടെ എടക്കൽ കേവ്സിന്ന് നേരെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് ചുരം ഇറങ്ങി നേരെ നാട്ടിലോട്ടാണ് പോയത്. ചുരത്തിൽ നിന്നുള്ള ചായയും സ്നാക്സും അതൊരു വേറെ ഫീൽ തന്നെയാണ്. സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.